ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരമ ബ്രഹ്മയോഗ. അക്ഷരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് സയൻസിലൂടെയുള്ള ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതും ബ്രഹ്മസാക്ഷാത്കാരവും അല്ലെ ജ്ഞാനത്തിലൂടെ നേടുന്നതായിട്ട് തന്നെ കാണാം. എന്താണ് അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാ പ്രവൃത്തികളും സയൻസിലൂടെ എല്ലാം എന്തെങ്കിലും കാര്യത്തിൻ്റെ അല്ലെങ്കിൽ സംസാരിച്ചിട്ട് എല്ലാം നടക്കുന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എവിടെ നിന്നാണ്? അക്ഷരമാണ്. ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുന്ന ആദ്യം എന്താണ്? അക്ഷരമാണ്. തുടക്കം എന്ന അർത്ഥത്തിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറൊന്നോ കാര്യമുണ്ട്. പ്രപഞ്ചമുണ്ടാകുന്നതെല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഓംകാരത്തിലൂടെ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സൂത്രമുണ്ട്, ഓംകാരം. ആ ഓമിൽ പറയുമ്പോഴുള്ള ആ രീതിയിലാണ് ബ്രഹ്മമുണ്ടാകുക. അതിനെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പം അതും അക്ഷരം തന്നെ. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ഏതിൽ നിന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് പറയുമ്പോൾ, ബ്രഹ്മം എന്നൊരു പേരൊന്നും കൊടുക്കുന്നതിന് നമ്മളാണല്ലോ ബ്രഹ്മം എന്ന്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഋഷികളാണല്ലോ, വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ ബ്രഹ്മം എന്ന് പേര് കൊടുക്കുക. ആ പേരു അക്ഷരങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അക്ഷരബ്രഹ്മം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ ചായ എന്ന് പറയുന്ന വാക്കിനെന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ ഒരർത്ഥവും ഇല്ല. കായ എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥമൊന്നുമില്ല, വേറെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അല്ല, നമ്മൾ പിന്നെ എന്തെങ്കിലും അർത്ഥം കൊടുക്കുന്നതാണ്. പക്ഷെ ചാവും കാവും കൂട്ടിയാൽ ചക്കയാവും. ചക്ക എന്ന് വരുമ്പോൾ അതിനൊരർത്ഥം വന്നാൽ നമ്മളെ മറ്റേ സാധനമാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ബ്രഹ്മത്തിനൊരു രൂപവും ഭാവമൊന്നുമില്ല. ബ്രഹ്മത്തിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഋഷികൾക്ക് പോലും അറിയില്ല. അതിന്റെ രൂപവും ഭാവില്ല, അതിന്റെ അളവില്ല, അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പറ്റില്ല. അതുപോലെ തന്നെ അക്ഷരത്തെയും എന്താണ് കാക്കുക എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും പറയുന്നതല്ലാതെ അതിൻ്റെതായ ഒരർത്ഥമൊന്നും ഇല്ല. പക്ഷേ അതാണ് ഇതെല്ലാമായിട്ട് മാറിയത് എന്ന് പറഞ്ഞാൽ അക്ഷരത്തിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യാക്ഷരം എന്ന നിലയിൽ ഓംകാരമെടുത്താലും എല്ലാം അക്ഷരത്തിൽ നിന്ന് ബ്രഹ്മം എന്ന് പറയുന്നതും അക്ഷരം തന്നെയാണ്. അതിന് നമ്മളൊരു പേര് കൊടുത്തു. തുടങ്ങുന്ന സംഗതി, വിദ്യ തുടങ്ങുന്നത് അക്ഷരത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ആ നിലയിൽ അക്ഷരം എന്ന് പറയുന്നത്. കാരണം ബ്രഹ്മത്തിന് എന്ത് രൂപമാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് പലതാകുമ്പോൾ അതിന് കുറേ രൂപങ്ങൾ വന്നു. അപ്പോൾ ആ ബ്രഹ്മത്തെ പറ്റി തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്, അക്ഷരബ്രഹ്മം. അപ്പോൾ അതെന്താണ് പറയുന്നത് നോക്കാം. ഒന്നിൽ അർജുനൻ പറയുന്നു. അർജുൻ ചോദിക്കുകയാണ്, ഈ ബ്രഹ്മം എന്താണ്? ആധ്യാത്മം എന്താണ്? കർമ്മം എന്താണ്? അതിഭൂതമെന്ത്? അതിദൈവമെന്ത്? അതിയജ്ഞൻ ആര്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഈ ദേഹത്തിലുണ്ടോ? മരണസമയത്ത് നിയന്ത്രിത ചിത്തന്മാരിൽ അങ്ങനെ തിരിച്ചറിയും. മരണസമയത്ത് ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള ചോദ്യമല്ലാണ്. എങ്ങനെയാണ് ആ ശക്തിയെ, ബ്രഹ്മത്തെ, ഇവിടെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മമായിട്ട് എടുക്കണം. കാരണം കൃഷ്ണൻ ഇപ്പോൾ സംസാരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ രൂപത്തിലാണ്, ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ കഥയിലുള്ള കൃഷ്ണനായിട്ട് എടുക്കരുത്. അതെല്ലാം അങ്ങ് വിട്ടിട്ട് സംസാരിക്കുന്ന ഇപ്പം ഞാനും എനിക്കും വേണ്ടിയിട്ട് ബ്രഹ്മം എന്ന നിലയിൽ സംസാരിക്കാം. അപ്പം ഞാൻ ആ നിലയിൽ എൻ്റെ മനസ്സ് ഏത് നിലയിലാണുള്ളത്? ആ ബ്രഹ്മം തന്നെയാണ് ഞാനായി മാറിയത്. അപ്പം പിന്നെ ഞാൻ ബ്രഹ്മം തന്നെ. ആ നിലയിൽ എനിക്ക് വേണമെങ്കിൽ ബ്രഹ്മം എന്ന നിലയിൽ സംസാരിക്കാം. ആ ഒരർത്ഥത്തിൽ, അത്തരത്തിലാണ് കൃഷ്ണനും ഇവിടെ സംസാരിക്കുന്നത്. അപ്പം 3 ഭഗവാൻ പറയുന്നു, അത് 1, 2. അപ്പം ഭഗവാൻ പറയുകയാണ്, ബ്രഹ്മത്തെ വിവരിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ തരത്തിലൂടെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ബ്രഹ്മം സർവോത്കൃഷ്ടവും ഏറ്റവും ഉത്കൃഷ്ടമായി പ്രപഞ്ചത്തിലുണ്ടെന്ന് വെച്ചാൽ ബ്രഹ്മമാണ്. കാരണം അതല്ലേ ഈ പ്രപഞ്ചം. എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം ആയത് ബ്രഹ്മമാണ്. അപ്പം ഏറ്റവും ഉത്കൃഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ബ്രഹ്മം. അതായത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആദ്യമേ ഉള്ളൂ.
ആ ബ്രഹ്മമാണ്. അതാണ് ബ്രഹ്മം. അക്ഷരവും ആകുന്നു. അക്ഷരം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് തുടക്കം. അക്ഷരം പോലെയാണത്. അക്ഷരത്തിന് നമുക്ക് അർത്ഥങ്ങളൊന്നും പറയാം. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഏക്ക് എന്താ അർത്ഥം? തീക്ക് ഒരർത്ഥമില്ല. പക്ഷേ സിക്കും ഇല്ല, ഏക്കും ഇല്ല, ടീക്കും ഒന്നും അർത്ഥമില്ല. പക്ഷെ CAT എന്ന് എഴുതി കഴിഞ്ഞാൽ അർത്ഥം വന്നു. അതുപോലെ ബ്രഹ്മത്തിനും ആദ്യം ഒന്നും പറയാനൊന്നും പറ്റില്ല. അത് അക്ഷരത്തിന് സമാനമാണ്. പക്ഷെ അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചത്. ആധ്യാത്മം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണെന്ന് പറയുന്നു. അതിനൊരു സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് ആധ്യാത്മം. ബ്രഹ്മം നിർഗുണമാണ്, ഒരു ഗുണമൊന്നുമില്ല. പക്ഷേ അതിനൊരു സ്വഭാവം വന്നപ്പോൾ, എന്താണ് സ്വഭാവം? ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് അതിന് തോന്നുന്ന അവസ്ഥ വരുമ്പോൾ അതാണ് ആധ്യാത്മം. നമ്മളെ പരമാത്മാവ് എന്നെല്ലാം പറയുന്ന ആ സംഗതി, അതാണ് ഈശ്വരൻ. അതിനൊരു സ്വഭാവം വന്നു. നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു സ്വഭാവം വന്നപ്പോൾ അതാണ് ആധ്യാത്മം. ആ ആധ്യാത്മികമായ ആ വസ്തുവിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തിനൊരു സ്വഭാവമില്ല, ഒരാഗ്രഹവുമില്ല. പക്ഷെ അതിനൊരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന്, പ്രപഞ്ചമായി മാറണമെന്ന് അത് തോന്നിയപ്പോൾ അതിനൊരു സ്വഭാവം വന്നു. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് ആധ്യാത്മം. അപ്പോൾ ആധ്യാത്മം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്വഭാവം വരുമ്പോഴാണ്. അപ്പം ആധ്യാത്മം സ്വഭാവമാണെന്ന് പറയപ്പെടുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിനൊന്നും അങ്ങനെ വേണമെങ്കിൽ പറയാം. വേറെ വല്ലവർക്കും വല്ലതും പറയണമെങ്കിൽ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. സകല ജീവജാലങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായ വിശിഷ്ട സൃഷ്ടി വ്യവഹാരമാണ് കർമ്മം. അപ്പം കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്വഭാവം വന്നു, ഒരു പ്രപഞ്ചമായി മാറണമെന്ന് തോന്നി. ആ പ്രപഞ്ചമായി മാറുന്നതിൻ്റെ എല്ലാ പ്രക്രിയയും അവസാനം വരെയുള്ളതിനാണ്, ആ വ്യാപാരത്തിനാണ്, വിശിഷ്ട സൃഷ്ടി വ്യാപാരത്തിനാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥ കർമ്മം എന്താണെന്ന് വെച്ചാൽ ആ ബ്രഹ്മത്തിന് സുന്ദരമായ ഒരു ലോകം, ഒരു വസുദേവ കുടുംബം 4 യുഗത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാക്കണം. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, ഒരു ഉച്ചനീചത്വങ്ങളും ഇല്ലാതെ, ജാതിമത ചിന്തകളൊന്നും ഇല്ലാതെ, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയുള്ള എല്ലാ ജ്ഞാനം തികഞ്ഞ ഒരു സമൂഹത്തെ, വസുദേവ കുടുംബം, ലോകം മുഴുവൻ ഒരു കുടുംബമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി. അതുവരെയുള്ള എല്ലാ പ്രവൃത്തികളെയാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നതാണ് കർമ്മം. അപ്പം നമ്മളെയും സൃഷ്ടിക്കുന്നത് ആ പ്രവൃത്തിയിൽ പങ്കെടുക്കാനാണ്. ആ പ്രൊജക്ട് റിപ്പോർട്ടിലേക്ക് കർമ്മം ചെയ്യാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതും ആ സൃഷ്ടിക്രമമാണ്, സൃഷ്ടിയിൽ പങ്കെടുക്കുകയാണ്. അപ്പം അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പം അതേ കർമ്മമാവുകയുള്ളൂ. നമ്മളെ ഇഷ്ടത്തിന് നമ്മളെന്തെങ്കിലും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നൊന്നും കർമ്മമില്ല. കർമ്മം എന്ന് പറയാം, പക്ഷെ അത് പോട്ടെ. ഇവിടെ നിർവചനം കർമ്മം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയിൽ പങ്കെടുക്കുക. ഈ സൃഷ്ടി ആദ്യം തൊട്ട് അതിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുക. ഇനി 4-ാമത്തെ, ഇനി 4-ൽ പറയുന്നത് അധിഭൂതം എന്ന് പറഞ്ഞാൽ നശ്വരമായ ഭാവമാണ്. അപ്പം ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായതിന് ശേഷമുള്ള ആ ബ്രഹ്മം പ്രപഞ്ചമായി മാറപ്പോഴുള്ള എല്ലാത്തിൻ്റെയാണ് ഭൂതം. അത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിഭൂതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം മുകളിൽ വരുന്ന ആ അവസ്ഥയാണ് അതിഭൂതം. പ്രപഞ്ചമായി മാറുന്നതിൻ്റെ തുടക്കമുള്ള അവസ്ഥ. അതിന് ബ്രഹ്മമല്ല, നിർഗുണാവസ്ഥയല്ല. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ആ തുടക്കത്തിലുള്ള ആ വസ്തുവിനെ, അത് ബ്രഹ്മമല്ല. ബ്രഹ്മം കഴിഞ്ഞിട്ട്, ബ്രഹ്മത്തിന് പ്രപഞ്ചം കണ്ട താല്പര്യമൊന്നുമില്ല, അതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ളത്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അഡ്രറ്റിയുണ്ട്, അത് അതിദേവതം എന്ന് പറയുന്നുണ്ട്. അപ്പം ദ്വയമായിട്ടാണ് മാറിയത്. ദ്വയമായി മാറിയത് ഒരു പ്രേരക ശക്തിയുണ്ട്, അതിനെ പുരുഷനായിട്ട് കാണാം. അതിൽ നിന്നൊരു പ്രകൃതി ഉണ്ടാകുന്നുണ്ട്, ആ പ്രകൃതിക്ക് വേണ്ടിയിട്ട് അതിഭൂതം എന്ന് പറയാം. പ്രകൃതിയും പുരുഷനുമാണ്.
പ്രകൃതിയാണ് ദ്രവ്യമായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഒരു ദ്വയമായിട്ട് രണ്ട് ശക്തികളായിട്ട് മാറുന്നുണ്ട്. അതിൽ അതിദൈവതം എന്ന് പറയുന്നത് പുരുഷനും, അതാണ് പ്രേരക ശക്തി. അതിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിയുടെ അതിഭൂതം എന്ന് പറയാം. പക്ഷെ അതെല്ലാം നശിക്കുന്നതാണ്. ബ്രഹ്മം മാത്രം അതെല്ലാം നശിക്കുന്നതാണ്. പ്രളയ സമയത്ത് ഇതെല്ലാം പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കും. അതിയജ്ഞൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലുള്ള ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷമാണ് നമ്മളെ കൊണ്ട് എല്ലാ കർമ്മവും ചെയ്യിപ്പിക്കുന്നത്, യജ്ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ യജ്ഞം എല്ലാം ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന നില ഏതാണ്? നമ്മളെ ഉള്ളിലുള്ള ആ ശക്തിവിശേഷം. അതാണ് നമ്മളെ പ്രേരിപ്പിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതിനാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉള്ളിൽ കിടന്നിട്ട് ഒരു ശക്തിവിശേഷം നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. അവനാണ് യഥാർത്ഥ യജ്ഞൻ, അതായത് അതിയജ്ഞൻ എന്ന് പറയാം. ഇനി അഞ്ചിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, മരണസമയത്ത് എന്നെ തന്നെ സമഭാവത്തോടുകൂടി ചിന്തിച്ചിട്ട് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രാപിക്കും. അപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് ആ ബ്രഹ്മത്തെ തന്നെ, വേറെ ഒന്നിലും താല്പര്യമില്ല, ഈ പ്രപഞ്ചമായിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ ബ്രഹ്മത്തിൽ ലയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവന് ബ്രഹ്മസാക്ഷാത്കാരം നേടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേദപുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ജന്മത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ജനിക്ക സമയത്തും കടന്നു പോകുന്നുണ്ട്, മനസ്സിലൂടെ വരുന്നുണ്ട്, ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും. ഇനിയത്തെ ജന്മത്തിൽ നീ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ജന്മത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അങ്ങനെ മനസ്സിലോട്ട് ഒന്നും കടന്നു പോവില്ല. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം, ഇനി ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പം യഥാർത്ഥത്തിൽ മരിക്കുന്ന സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. എന്നാൽ ഇതിനെപ്പറ്റി എങ്ങനെ ആലോചിക്കുന്നത്? ഏത് സമയം അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ മരണശേഷം അങ്ങനെ പറ്റുമെങ്കിൽ, അത് അപൂർവം ചിലർക്കേ പറ്റുള്ളൂ. എല്ലാവരും എന്താ ചിന്തിക്കുക? എനിക്ക് രോഗമൊന്നും വരണ്ടേ, അത് ഇത് വേറെ കാര്യങ്ങളിലായിരിക്കും ചിന്തയുണ്ടാവുക. മരിച്ചിട്ട് എനിക്ക് ജനിക്കുന്നതിനെ പറ്റിയല്ല. അപ്പം അതിലൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം. പിന്നെ നമ്മളെ മനസ്സിലൂടെ മരിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം ഓടി വരിക എന്ന് പറയുമ്പോൾ ഇനി ഉള്ള ജന്മത്തിലുള്ള കാര്യമാണ് ഓടി വരിക. അപ്പോൾ എന്തായാലും ഓടി വരിക ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം മരിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്നെ ഓർത്തുകൊണ്ട് സമഭാവനയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്നിൽ ലയിക്കും. ഇത് ആദ്യം എന്ത് പറയുന്നു? ഏതേത് ഭാവം ചിന്തിച്ചുകൊണ്ട് ശരീരം വെടിയുന്നുവോ അതായിട്ട് ജനിക്കും. എന്നാൽ മരിക്കുന്ന സമയത്ത് എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് നമ്മൾ ഇനിയുള്ള ജന്മങ്ങളിൽ ചെയ്യേണ്ട കാര്യം നമ്മളുടെ മനസ്സിലൂടെ വരും. അപ്പം നമ്മൾ ചിന്തിക്കുന്ന എന്തായിരിക്കും? ഇനിയുള്ള ജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. അത് നമ്മളെ മനസ്സിൽ വരിക എന്ന് പറയുമ്പോൾ മനസ്സിലൂടെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഇനിയുള്ള ജന്മത്തിൽ ചെയ്യേണ്ട കാര്യം ഓർമ്മ വരും. നമ്മൾ ചിന്തിക്കുന്ന അത് തന്നെയായിരിക്കും, അത് തന്നെയായിട്ട് ജനിക്കുകയും ചെയ്യും. അതായത് മരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ എന്താണോ ഉള്ളത് അതായിരിക്കും അടുത്ത ജന്മം എന്ന് പറയുകയാണ്. അല്ലാതെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നൊന്നുമില്ല, അത് മനസ്സിൽ വന്നോളും. നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും, ഇതാ നീ പോയിട്ട് അടുത്ത ജന്മത്തിൽ എൻ്റെ ജോലി ഇതാണ്. അതുകൊണ്ട് ഏഴാമത്തേൽ പറയുന്നു, അതിനാൽ ഏത് കാലത്തും എന്നെ സ്മരിക്കുക, യുദ്ധം ചെയ്യുകയും ചെയ്യുക, അപ്പോൾ നീ എന്നെ പ്രാപിക്കും. അപ്പം നീ എന്ത് വേണം? എപ്പോഴും എന്നെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ പറഞ്ഞിട്ടില്ല. നീ പോയിട്ട് യുദ്ധം ചെയ്യുക, നിൻ്റെ ജോലി യുദ്ധം ചെയ്യലാണ്. യുദ്ധം ചെയ്യുമ്പോഴും അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്നെ പ്രാപിക്കും. അപ്പം എന്നെ പ്രാപിക്കാൻ വേറെ സന്യസിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? എന്നെ ഓർത്തുകൊണ്ട്, എൻ്റെ ധർമ്മമാണിത്, എന്നെ ഇതിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി നീ പോയി യുദ്ധം ചെയ്താൽ എനിക്കെന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. മരിക്കുന്നവർ ആ ചിന്തയിൽ അങ്ങ് പോയേച്ചാൽ മതി. കർമ്മം ചെയ്യണം. നീ ചെയ്യേണ്ട ജോലിയെല്ലാം യഥാവിധി ചെയ്യുക. പക്ഷെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്,
നിന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്, നീ എന്നെ സൃഷ്ടിച്ചത് ഇത് ചെയ്യാനാണ്, ഇതാ ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നവരെ എല്ലാ കർമ്മങ്ങളും അതിനായിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടും. കാരണം എപ്പോഴും ചിന്ത അതിലാണല്ലോ. അപ്പോൾ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കാനല്ല പറയുന്നത്, കർമ്മം ചെയ്യാനാണ്. നീ ചെയ്യുമ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് നാരദൻ എന്ത് പറയുന്നത്, നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തും പറയുക. എന്ത് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ നാരായണ നാരായണ നാരായണന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുപോലെ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. എൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് നാരായണന്റെ പേര് വിളിക്കാൻ പാടില്ല, അത് നടക്കാൻ പോകുന്നില്ല. ഇനി എട്ടാമത്തത്, നിരന്തരമായ അഭ്യാസം കൊണ്ട് യോഗയുക്തനായി മനസ്സ് മറ്റൊന്നിലും പോകാതെ ധ്യാനിക്കുന്ന അവസ്ഥയിൽ ഈ ദിവ്യമായ പരമപദം പ്രാപിക്കണം. അപ്പോൾ നിരന്തരമായ അഭ്യാസം കൊണ്ട് നമ്മളത് എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും നമ്മൾ എന്ന ചിന്ത അങ്ങ് ആദ്യം ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാനിത് ചെയ്യാനാണ്, എന്നെ വിധിച്ച കർമ്മമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നില്ല. എനിക്ക് എന്ന് ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. വല്ലാതെ മനസ്സ് പതറും, എനിക്ക് എങ്ങനെ എൻ്റെ കാര്യം സാധിക്കാം, നടക്കണമല്ലോ എന്നുള്ള ചിന്തയെല്ലാം ഉണ്ടാകും. അതൊന്നുമില്ല, ഇത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന ഒരു ചിന്തയിൽ അഭ്യാസത്തിലൂടെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇത് ആ ശക്തിക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ച ഇതിനാണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത്. ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ആ കഥയിലുള്ള കഥാപാത്രമായിട്ട് മാറിക്കൊണ്ട് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതും ആ ശക്തിവിശേഷം എന്നെ ഇതേമാതിരി അഭിനയിക്കാൻ വിട്ടിരിക്കുകയാണ് എന്ന ചിന്തയിൽ അതിനായിക്കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് പ്രാക്ടീസ് കൊണ്ട് നേടാമെന്ന് പറയുകയാണ്. ഇനി 9-ലും 10-ലും, ഈ 9, 10 അത് കുറച്ച് വിസ്തരിച്ച് പറയുകയാണ്. ഏതൊരാൾ അണുവിനേക്കാൾ അണു, അതായത് നമ്മളെ ഏറ്റവും വലിയ സയൻസിലൂടെ പറഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോൺ അണു, അതിനേക്കാൾ അണുവായിട്ടുള്ളതാണ് ബ്രഹ്മം. അതിൻ്റെ ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയും ഇതിൽ നിന്നുണ്ടായി, അതാണ് ബ്രഹ്മം. ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുന്നത്. അപ്പോൾ അണുവിനേക്കാൾ അണു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം ജഗന്യന്താവും, ജഗത്തിനെല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അത് തന്നെയാണ്. എന്നും ഉള്ളവനും, അത് മാത്രമേ ആദ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം അനശ്വരമായ എന്തൊന്നുണ്ടോ അതിനെ എല്ലാറ്റിൻ്റെയും താങ്ങും തണല, അതാണ് എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത്. ഇത്തരം ചിന്തകൾ മനസ്സിലാണ്. അതാണ് എല്ലാമായി മാറിയത്, അത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പ്രപഞ്ചമായി മാറിയത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അതാണ്. മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ നമുക്കതിനെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സാധനമാണ്. അജ്ഞാനാന്തകരത്തിൽ നിന്നും സൂര്യനെ പോലെ ജ്വലിക്കുന്നതുമായ പുരുഷന്. അപ്പോൾ സൂര്യനെ പോലെ അത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അന്ധകാരമൊന്നുമില്ല, അജ്ഞനുമല്ല, എല്ലാം തികഞ്ഞവൻ, അജ്ഞാനം തികഞ്ഞവനായ അവനെ, പുരുഷനെ മരണസമയത്ത് നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ബ്രഹ്മത്തിൻ്റെ നിർവചനം പറഞ്ഞാണ്. അതിനെ ഇളക്കമറ്റ മനസ്സോടുകൂടി, മനസ്സിൽ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ഭക്തിയോടും യോഗബലത്തോടും കൂടി പ്രാണവായുവിനെ വേണ്ടവണ്ണം ആവാഹിച്ചുകൊണ്ട് പ്രാണവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് മരിച്ചാൽ അവൻ ബ്രഹ്മപദം പോകും. അതായത് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്ന ആ ശക്തിവിശേഷത്തെ, പ്രപഞ്ചമേതിൽ നിന്നുണ്ടായ ആ ശക്തിവിശേഷത്തെ മരണസമയത്ത് നമ്മൾ ഓർക്കുക. അങ്ങനെ ഓർത്തുകൊണ്ട് അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തെ ഓർക്കണമെന്നേ അർത്ഥമുള്ളൂ. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഇനി 11 യാതൊന്നിനെ, അതായത് അതിനെപ്പറ്റി വേദജ്ഞർ അക്ഷരം എന്ന് പറയുന്നുവോ, വേദജ്ഞാനികളെല്ലാം അക്ഷരം എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ്. കാരണം ബ്രഹ്മം നിർഗുണമാണ്, അക്ഷരവും നിർഗുണമാണ്. അക്ഷരത്തിന് ഒരു അർത്ഥമൊന്നുമില്ല. പിന്നെ സംസ്കൃതത്തിൽ അതിന് അർത്ഥം നമ്മൾ ചില അക്ഷരങ്ങൾക്കെല്ലാം ചില അർത്ഥങ്ങൾ
നമ്മൾ കൊടുത്താണ്. യഥാർത്ഥത്തിൽ അതെല്ലാം നമ്മൾ സങ്കല്പിക്കുന്നതാണ്. എച്ച് എന്ന് പറയുന്ന ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്, അല്ലാതെ ഹൈഡ്രജൻ എച്ച് എന്ന് പേര് വരാൻ കാരണം എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഒന്നുമല്ല. നമ്മൾ എച്ച് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആണ് എന്ന് സങ്കല്പിക്കുന്നു. അതുപോലെ അക്ഷരത്തിന് ചില അർത്ഥങ്ങളെല്ലാം കൊടുത്തിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അക്ഷരത്തിന് ഒന്നുമില്ല. ഓരോ ആൾ ഓരോ നാട്ടിൽ ഓരോ മാനിക്കുന്നു. രാഗഹീനരായ വ്യക്തികൾ യാതൊന്നിനെ പ്രാപിക്കുന്നു. അതായത് എല്ലാ രാഗദോഷങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും എന്തിനെയാണോ പ്രാപിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരം. യാതൊന്നിനായി ആഗ്രഹിക്കുന്നവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർ. എന്തിനു വേണ്ടിയിട്ടാണ് ചിലവരെല്ലാം ബ്രഹ്മചര്യം തന്നെ വിദ്യ, ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നുവോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. 12 മുതൽ 13 വരെ. യാതൊരാൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിരോധിച്ച്, അതായത് നമ്മളെ കാണുന്നതും കേൾക്കുന്നതിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ അതിനെ നിയന്ത്രിച്ച് വെച്ചാൽ എന്ത് കണ്ടാലും കേട്ടാലും അതിനെ നമ്മളെ കൺട്രോളിൽ വെച്ചുകൊണ്ട് മനസ്സിനെ ഉള്ളിലൊതുക്കി, ഒന്നും കാണാനും കേൾക്കാനും ശ്രമിക്കാതെ മനസ്സിനെ ഉള്ളിലൊതുക്കി നമ്മളിലേക്ക് തന്നെ ബ്രഹ്മത്തിലെ നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ച് പ്രാണനെ മൂർധാവിൽ ഉറപ്പിച്ച്, അപ്പം ശ്വാസം വലിച്ച് മൂർധാവിൽ പ്രാണനെ ഉറപ്പിച്ചുകൊണ്ട് യോഗനിഷ്ഠയെ പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ശ്വാസം മുകളിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അത് ആ ബ്രഹ്മത്തിന് വേണ്ടി എന്ന് ചിന്തിച്ച് ഓം എന്ന ഏകാക്ഷര മന്ത്രത്തെ, ഇവിടെ ഓം എന്ന മന്ത്രം പറയാൻ വേണ്ടി ഓം എന്ന് ജപിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ടും ദേഹം വെടിയുന്നുവോ അവൻ പരമഗതിയെ പ്രാപിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എല്ലാ ഇന്ദ്രിയങ്ങളെ കാണുന്നതും കേൾക്കുന്നതൊന്നും ത്യജിക്കണം. ഒന്നും കണ്ടാലും കേട്ടാലും നമുക്കൊന്നുമില്ല. അതിലൊന്നും തലയിടാതെ മനസ്സിനെ ഉള്ളിൽ തന്നെ ആക്കി ശ്വാസത്തെ മൂർധാവിലേക്ക് വിളിച്ച് യോഗനിഷ്ഠയെ പ്രാപിച്ച് ഓം ശ്വാസം വലിക്കുമ്പോൾ ഓം എന്നാക്കിക്കൊണ്ട് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അങ്ങനെ ദൈവം പേടിയോ, അങ്ങനെ ആർക്കാ ദൈവം പേടിയോ അത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരാണ്. ആ ചിന്തയായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവർ ഓം എന്നാക്കിക്കൊണ്ട് ആ സമയം ബ്രഹ്മത്തിലേക്കും അതോടുകൂടി അവരുടെ ആത്മാവ് പോയിട്ട് 2 ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീരുമ്പോൾ അവൻ ശരീരമായി അങ്ങനെ കിടക്കും. ക്രമത്തിൽ രക്തോട്ടം നിൽക്കില്ല. പിന്നെ ക്രമത്തിൽ ശരീരം ദ്രവിച്ചെന്ന് പോകും. അങ്ങനെ യോഗഗതിയെ പ്രാപിക്കും. അതെല്ലാം യോഗയിൽ വരുന്നതാണ്, ഉപനിഷത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിവിടെ ചുരുക്കി പറഞ്ഞു തന്നെയാണ്. 14 എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് മറ്റൊന്നിനെയും ഓർക്കാതെ എന്നെ സ്മരിക്കുന്നുവോ അവനെ എന്നെ ലഭിക്കും. അപ്പം നമ്മൾ മറ്റൊന്നിനും ചിന്തിക്കാതെ ഈ ബ്രഹ്മത്തെ, എന്നെ എന്ന് പറയുമ്പോൾ ഈ കൃഷ്ണ കഥകളിലേക്ക് പോകരുത്. കൃഷ്ണൻ്റെ കഥകളെല്ലാം കേട്ടു കഥകളെല്ലാം രസിക്കുന്ന പരിപാടിയാണ്. കൃഷ്ണൻ്റെ കഥകളിലേക്കല്ല പറയുന്നത്. ഇവിടെ എന്നെ എന്ന് പറയുന്നത് ഏത് ലെവലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്? ആ ബ്രഹ്മമാണ്, നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പം ആ ഉള്ളിലുള്ള ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ച് മറ്റൊന്നിലും ചിന്തിക്കാതെ നടക്കുന്നവന് എന്നെ പ്രാപിക്കും. ക്രമത്തിൽ അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവൻ ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം മനസ്സിലൂടെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഓരോ കർമ്മം ചെയ്യേണ്ടപ്പോൾ മനസ്സിൽ ഓരോന്ന് തോന്നും, നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെയുള്ള നമുക്ക് മനസ്സിനെ അങ്ങ് പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല. ബാക്കി ജോലി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ ചെയ്യുന്ന ജോലി അതിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയിൽ ചെയ്യാം. അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ചെയ്യാം. അല്ലാതെ മനസ്സിലോരോന്ന് തോന്നിക്കോ അത് ആ ജോലി ചെയ്യാൻ പാകിസ്ഥാണ്. അല്ലാതെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് ബ്രഹ്മത്തെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതാർക്കേ പറ്റുള്ളൂ. എല്ലാ കർമ്മവും തീർന്നവനും എല്ലാതെ ഒന്ന് ശ്രമിച്ചു നോക്കും. മനസ്സിലെപ്പോഴും ആ ബ്രഹ്മത്തെ തന്നെ ഉൾക്കൊണ്ട് എത്ര നേരം ഇരിക്കാൻ പറ്റും? പറ്റില്ല. പറ്റുമെങ്കിൽ നിങ്ങളുടെ ബാക്കി കർമ്മമെല്ലാം തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹരാണ്. അത് അവരവരൊന്ന് ശ്രമിച്ചാൽ മതി. പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം വിധിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ ഇനി ഒരു ജോലിയില്ല. അതുകൊണ്ടാണ് മനസ്സിനെ പിടിച്ചു നിർത്താൻ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ
നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വീട്ടുകാർ എന്തൊക്കെ ആവശ്യമുണ്ടോ പോയിട്ട് അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ആർക്കും ഒന്നും വേണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്തും ചെയ്യാം. അതുമായി കണ്ടാൽ മതി. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മനസ്സിൽ ഓരോ ആഗ്രഹം ഇട്ടുകൊണ്ടിരിക്കും. അപ്പം പിന്നെ മനസ്സിനെ പിടിച്ചു വെക്കാൻ നമ്മൾ വെച്ചാൽ നടക്കില്ല. എപ്പോഴേ പറ്റുള്ളൂ. ഒരു ജോലി ഇല്ലാതെ ഇനി ജോലിയൊന്നും ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് മനസ്സിനായി തന്നെ നിർത്താം. അവനെ, അതായത് കർമ്മം തീർന്നവന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം ആത്മീയത പറഞ്ഞിട്ടുള്ളൂ. ഇനി 15 എന്നെ പ്രാപിച്ചവൻ, അങ്ങനെ ഒരാൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കുക, പിന്നെ അവനെന്തില്ല, എപ്പോഴും പാപത്തിന്റെ ഇരിപ്പിടവും അനിത്യവുമായ ജന്മത്തെ പ്രാപിക്കില്ല. പാപത്തിന്റെ ഇരിപ്പിടം ഇല്ലെങ്കിൽ ദുഃഖത്തിന്റെ ഇരിപ്പിടം. ദുഃഖവും പാപമെല്ലാം ഒന്ന് തന്നെ. ദുഃഖിക്കുമ്പോഴാണ് നമ്മൾ പാപികൾ എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖത്തിന്റെ ഇരിപ്പിടമാണ് ഈ ശരീരം. അനിത്യമാണ്, അത് നിലനിൽക്കുന്നൊന്നുമല്ല. ഈ ജന്മത്തെ പിന്നെ പ്രാപിക്കില്ല എന്ന് പറയുകയാണ്. എന്നെ പ്രാപിച്ചവൻ, അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവന് പിന്നെ പുനർജന്മമില്ല. കാരണം അവന്റെ അടുത്ത ജന്മത്തിലെ ജോലി തീർന്നത് കൊണ്ടാണ് ഇത് സാധിച്ചത്. അടുത്ത ജന്മത്തില് ജോലി ഉണ്ടെങ്കിൽ പുനർജനിച്ചേ പറ്റൂ, ആ ജോലിയും ചെയ്തേ പറ്റൂ. അപ്പൊ ആരെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഇനി ഒരു ജോലി അടുത്ത ജന്മത്തിൽ ജനിപ്പിക്കാനില്ല. അതുകൊണ്ട് അവന് പുനർജന്മമില്ല. ഇനി 16 ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ വീണ്ടും ജനിക്കുവാൻ ഇട നൽകുന്നതാണ്. അപ്പൊ ബ്രഹ്മലോകം വരെയുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും 7 ലോകങ്ങളുണ്ടല്ലോ മുകളിൽ. അതായത് 49 മരുന്നുകളുടെ പടം പണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രപഞ്ചഘടന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും നടുവിലുള്ള ആ മരുത്തിൻ്റെ അകത്താണ്, കേന്ദ്രത്തിലാണ് ആ ബ്രഹ്മത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. അതാണ് ബ്രഹ്മലോകം. അപ്പോൾ അതിൻ്റെ അടക്കത്തിലുണ്ട് 49 മരുത്തുക്കളുണ്ട്. ഈ മരുത്തുക്കളിലല്ലേ എത്രയോ സൂര്യന്മാരുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം പോയിട്ട് ജനിക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ ശാസ്ത്രലോകം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മാത്രമേ മനുഷ്യനുള്ളൂ. എത്രയോ നക്ഷത്രങ്ങൾ കൂടിയതാണ് ഈ ഒരു മരുത്ത് എന്ന് പറയുന്നത്. എത്രയോ നമ്മൾ ആകാശത്തിലെ ഗാലക്സി എന്നെല്ലാം പറയുന്നില്ല. അങ്ങനെ കുറേ എണ്ണം കൂടിയിട്ടുള്ള സംഗതിയാണ് ആകെ എന്ത്, ഒരു മരുത്ത്. അങ്ങനത്തെ 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം, 7 ലോകം. അതിൽ എവിടെയെങ്കിലും പോയി ജനിക്കാം, ഇവിടെ തന്നെ ജനിക്കേണ്ടതില്ല. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മരിച്ചാൽ ഇനി ജനിക്കുന്ന ഇതിനെക്കാട്ടി അപ്പോഴേക്ക് ഇനി ജനിക്കുമ്പോഴേക്ക് ഈ ലോകം പുരോഗമിച്ച് അങ്ങ് എത്തുമല്ലോ. അങ്ങെത്തണമെന്നില്ല. ഇപ്പം ഏകദേശം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ എത്താൻ പോവുകയാണ്. ഇനി കുറച്ചു കാലം ആ വസുദേവ കുടുംബം ഉണ്ടാണ്. അതിൻ്റെ ശേഷം പിന്നെ പ്രളയം വന്ന് നശിക്കണം. പിന്നെ നമ്മൾ ജനിക്കുന്ന ചിലപ്പം ഗോത്ര കാലഘട്ടത്തിലായിരിക്കും, വല്ല അടിമയായിട്ടോ വല്ലതും ആയിരിക്കാം. അങ്ങനെയാണെന്നുമില്ല. വേറെ ഏതെങ്കിലും ഈ 49 മരുത്തുക്കളിൽ ഏതെങ്കിലുമുള്ള അനേക സൂര്യന്മാരിൽ ഏതെങ്കിലും സൂര്യൻ്റെ ഒരു ഭൂമിയിൽ ജനിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഗോത്ര കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ രാമൻ്റെ കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാലമായിട്ട് ഇതിലേതിലെങ്കിലും ജനിക്കാം. ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ഇനി ജനിക്കാൻ പോകുന്ന ഏത് അവസ്ഥയിലാണോ. ഇവിടെ തന്നെ ജനിക്കണം എന്നുള്ള ഒരു വകുപ്പില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിൽ വീണ്ടും ജനിക്കുവാൻ ഇടവരുന്നതാണ്. എന്നാൽ എന്നെ പ്രാപിച്ചവന് പുനർജന്മമില്ല. അങ്ങനെ അടിയും പോയിട്ട് ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്, എന്നും ജനിക്കണം, നല്ലടത്ത് ജനിക്കണം എന്നാണ്. അല്ലാതെ ജനിക്കാതിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ? കാരണം എന്തെങ്കിലും സുഖമുണ്ട് എന്നുള്ള തോന്നൽ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഈ ജന്മത്തിലാണ്. ഒന്നുമില്ലാതെ നിർഗുണമായിട്ടാണ് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. നമ്മളായിട്ട് ഞാനെന്ന ചിന്തയോടുകൂടി ഇങ്ങനെ നടക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ ആഗ്രഹം. അല്ലാതെ ഒരു ഞാനും ഇല്ല ബ്രഹ്മസാക്ഷാത്കാരം നമുക്ക്
ഈ പ്രപഞ്ചമേ ത്യജിച്ചിട്ട് ഒന്നിലും താല്പര്യമില്ലാതെ ആ ബ്രഹ്മത്തിൽ പോയിട്ട് അങ്ങനെ ആ നമ്മളെ ഗാഠനിദ്രയിൽ നിൽക്കുന്ന മാതിരി ഉറങ്ങുന്ന അവസ്ഥയിൽ നിൽക്കാൻ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു? ആരും ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ജനിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം അവരൊന്നും പിന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അവരൊന്നും ഈ ആത്മീയതയുടെ പിന്നിൽ നടക്കാതിരിക്കുന്നതാണ് കാര്യം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇനി 18. ബ്രഹ്മാവിൻ്റെ പകൽ തുടങ്ങുമ്പോൾ അവ്യക്തതയിൽ നിന്നും എല്ലാ വസ്തുക്കളും ഉത്ഭവിക്കുന്നു. അല്ല, അതിന് മുമ്പിൽ 17 നോക്കിയില്ല. ബ്രഹ്മാവിൻ്റെ പകൽ 1000 യുഗങ്ങളോളം, 1000 യുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. 1000 യുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. അത്രയും ദൈർഘ്യമുണ്ട്. ഇതറിയുന്നവൻ അഹോരാത്രങ്ങളെ കുറിച്ച് അറിയുന്നവനാണ്. അഹോരാത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ച രഹസ്യമാണ്. അഹോരാത്രം അതായത് ബ്രഹ്മാവിൻ്റെ 1000 വർഷങ്ങൾ കൂടിയതാണ്. അല്ല, ബ്രഹ്മാവിൻ്റെ പകൽ 1000 യുഗങ്ങൾ കൂടിയതാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകല് എന്ന് പറയുന്നത് നമ്മുടെ 1000 യുഗങ്ങൾ കൂടിയതാണ്. ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്ന് പറയുന്നത് നമ്മുടെ 1000 യുഗങ്ങൾക്ക് സമാനമാണ്. ഒരു ദിവസം. അപ്പം ആ കണക്ക് എല്ലാം നമുക്ക് പിന്നീട് നോക്കാം. അത് നമ്മൾ വിസ്തരിച്ച് പിന്നീട് കാണും. വേദങ്ങളിലൂടെ തന്നെ കാണും. അതാണ് അഹോരാത്രം എന്ന് പറയുന്നത്. എന്നിട്ട് 18 പറയുന്നു, ബ്രഹ്മാവിൻ്റെ പകൽ തുടങ്ങുമ്പോൾ ബ്രഹ്മാവ് നല്ലോണം ഉറങ്ങിയിട്ട് 1000 യുഗം, നമ്മുടെ 1000 യുഗങ്ങൾക്ക് സമാനമായ സമയം ബ്രഹ്മാവ് ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ അവ്യക്തമാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാം അവ്യക്തമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് എന്താണോ എന്ന് ആർക്കും ഒരു വ്യക്തതയില്ല. അത് അവ്യക്തമാണ്. ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് നക്ഷത്രങ്ങളെല്ലാം കത്തിയെറിഞ്ഞിട്ട് ആകാശത്തിൽ ബ്ലാക്ക് ഹോളുണ്ട്. സയൻസ് അറിയുന്നവർക്കറിയാം. അത് അവ്യക്തമാണ്. അതുമാതിരി ഈ പ്രപഞ്ചം മുഴുവൻ കത്തിയെരിഞ്ഞ് 1000 യുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി തുടങ്ങും. അപ്പോൾ ഇതെല്ലാം കത്തിയെരിഞ്ഞ് ഇല്ലാതെയാകും. എന്നിട്ട് പിന്നെ പകലാകുമ്പോൾ ഇതിൽ നിന്നും എല്ലാം പുറത്തേക്ക് വരും. എല്ലാ വസ്തുക്കളും ഉത്ഭവിക്കുന്നു. എന്നിട്ട് അവൻ ബ്രഹ്മാവിൻ്റെ രാത്രി തുടങ്ങുമ്പോൾ ആ മൂലപ്രകൃതിയിൽ പോയി ലയിക്കും. ഇതാണ് പ്രപഞ്ച രഹസ്യം. ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് 1000 യുഗങ്ങളോളം, നമ്മുടെ 1000 യുഗങ്ങളോളം കൂടിയ ആ ഒരു രാത്രി ബ്രഹ്മാവ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പ്രപഞ്ചത്തിൽ, ശൂന്യം. അതിൽ നിന്ന് പിന്നെ പുറത്തു വന്നിട്ട് 1000 യുഗങ്ങളെ കൊണ്ടാണ് 1000 യുഗങ്ങൾ ഇവിടെ സഞ്ചരിക്കും മനുഷ്യൻ. ഹൃദയകം ത്രേതായുഗെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുരുക്കി കലിയുഗം, പിന്നെ പ്രളയം വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മനുഷ്യരുടെ 1000 യുഗങ്ങൾ കഴിയുമ്പോൾ ഇത് പിന്നെയും പോയിട്ട് അതിൻ്റെ അകത്ത് ലയിക്കും. ഇതാണ് ക്രമം. ഇത് 19 പറയുന്നു, സർവഭൂതങ്ങളും വീണ്ടും വീണ്ടും ഉണ്ടായ രാത്രിയുടെ ആരംഭത്തിൽ പ്രകൃതിയിൽ ലയിക്കുന്നു, പ്രഭാതത്തിൽ വീണ്ടും ഉത്ഭവിക്കുന്നു. അതായത് ഇങ്ങനെ വസ്തുക്കൾ വന്നും പോയി ഒരിക്കും. അങ്ങനെയുള്ള കൂട്ടത്തിൽ നമ്മളും വന്നും പോയിരിക്കും. എൻ്റെ രാത്രിയാകുമ്പോൾ അവിടെ പോയി അതിൻ്റെ അകത്ത് ലയിക്കും. പിന്നെ ആദ്യം പ്രപഞ്ചത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം പകുതിക്കാലം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയെല്ലാം കാണും. ബാക്കി പകുതിക്കാലം ശൂന്യമായിരിക്കും. ഒന്നും ഉണ്ടാവില്ല ഈ പ്രപഞ്ചത്തിൽ. ഇനി 20. എന്നാൽ ആ അവ്യക്തതയ്ക്ക് അപ്പുറം സനാതനമായ മറ്റൊരവ്യക്ത ഭാവമുണ്ട്. ഏതെന്നാണോ എല്ലാ ഭൂതങ്ങളും നശിക്കുമ്പോഴും നശിക്കാതിരിക്കുന്നത് ആ രണ്ടാമത്തെ അവ്യക്തഭാവമാണ്. എന്നാൽ ആ അവ്യക്തതയ്ക്ക് അപ്പുറം സനാതനമായ മറ്റൊരവ്യക്ത ഭാവമുണ്ട്. അങ്ങനെ ഭൂതങ്ങളിങ്ങ് വന്നും
പോയിരിക്കുകയാണ്. ഈ വന്നും പോയും ഇരിക്കുന്നതിൻ്റെ അപ്പുറമുള്ളത് ഒരവ്യക്തതയുണ്ട്. അതാണ് ബ്രഹ്മം. അല്ല, അതിനും അപ്പുറം ഒരു അവ്യക്തതയുണ്ട്, വ്യക്തമല്ല ഒരു സംഗതിയുണ്ട്. അതും വ്യക്തമല്ല. ഈ വരുന്നതിനും ഭൂതങ്ങളെല്ലാം വരുന്നു, പിന്നെയല്ല അതിൽ പോയി ലയിക്കുന്നു. അതൊരു ചക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തിന് അങ്ങനെ സ്വഭാവമൊന്നുമില്ല. വന്നു പോയിരിക്കേണ്ട സ്വഭാവം ബ്രഹ്മത്തിനില്ല. ബ്രഹ്മം നിർഗുണമായതാണ്. അതിൽ നിന്ന് ഒന്ന് വന്നും പോയിരിക്കുന്നു. അതിൽ നിന്ന് ഒരു സംഗതി വന്നും പോയി ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് എടുത്ത് ഈ വരുന്നത് എടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ അവിടെ ശേഷിക്കും, അവ്യക്തമായ അത്. ഇപ്പം ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറുന്നുണ്ട്. ആ ബ്രഹ്മം മുഴുവൻ പ്രപഞ്ചമായി മാറുകയല്ല ചെയ്യുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ഒരു ചെറിയ അംശം പ്രപഞ്ചമായി വരുന്നു, തിരിച്ചു പോകുന്നു, വരുന്നു, തിരിച്ചു പോകുന്നു എന്നതല്ലാതെ ആ ബ്രഹ്മത്തിൻ്റെ അളവിൽ മാറ്റം വരുന്നില്ല. ഇപ്പം നമ്മൾ കിണറ്റിൽ നിന്ന് ഒരു മോട്ടോർ വെച്ച് വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് ഫൗണ്ടൻ ഉണ്ടല്ലോ, ഫൗണ്ടനിലോട്ട് വെള്ളം ഇട്ടിട്ട് ആ വെള്ളം നേരെ കിണറ്റിൽ തന്നെ പോകുന്നു എന്ന് വെച്ചോ. അപ്പം വെള്ളം വരുന്നു, തിരിച്ച് വെള്ളത്തിൽ പോയി ചേരുന്നു. പക്ഷെ ആ കിണറ്റിലെ വെള്ളത്തിന് എന്തില്ല, ടോട്ടൽ വെള്ളത്തിന് അത് അതേപോലെ നിൽക്കുകയാണ്. പക്ഷെ അതിൽ അളവ് കുറയുന്നുണ്ട്. കിണറ്റിലെ വെള്ളം എടുക്കുമ്പോൾ കുറയും. പക്ഷെ ഈ ബ്രഹ്മത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറയില്ല. അതുകൊണ്ട് ഇങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് എന്തോ ഒരു ചെറിയ അംശം, അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഈ വന്നിട്ട് പ്രപഞ്ചമായി മാറുന്നതും തിരിച്ചു പോകുന്നതും ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബ്രഹ്മത്തിൻ്റെ സ്വഭാവമല്ല, അത് നിർഗുണമാണ് ബ്രഹ്മം. അപ്പൊ ഏതിൽ നിന്നാണോ വരുന്നത് അങ്ങനെ അതിൻ്റെ അപ്പുറം ഒരു സംഗതി ഉണ്ട്, അവ്യക്തമായത്. അത് അവ്യക്ത ഭാവമാണ്. ഇനി 21 ആ അവ്യക്തം അക്ഷരം എന്ന് പറയപ്പെടുന്നു. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, അതിനാണ് അക്ഷരം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ്, അക്ഷരങ്ങളിലൂടെയാണല്ലോ എല്ലാ പ്രപഞ്ചത്തിലെ നമ്മളെ പേരെല്ലാം പ്രമോദ് എന്നെല്ലാം പറയുന്ന അവയവങ്ങൾ, കണ്ണ്, തല എല്ലാം പറയുന്ന അക്ഷരങ്ങളെ ചേർത്തുകൊണ്ടാണ്. പക്ഷെ അക്ഷരത്തിന് സ്വഭാവമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സംഗതിക്കാണ്, അവ്യക്തമായ ഭാവത്തിനാണ് എന്ത് പറയുന്നത്, അക്ഷരം എന്ന് പറയപ്പെടുന്നത്. അതാണ് പരമമായ ഗതി. അതിൽ പോയാണ് നമ്മൾ ലയിക്കുന്നത്. ഏതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു വരില്ലയോ, അതാണ് എൻ്റെ പരമമായ സ്ഥാനം. അതിൽ പോയി നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ചക്രത്തിൽ നമ്മൾ കടന്നു കയറാനില്ല. അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പരമമായ അവ്യക്തതയിലാണ് പോയി ചേരുന്നത്. ആ നിർഗുണമായ ബ്രഹ്മം, അതിനൊരു ഗുണവുമില്ല. അതിൽ നിന്നൊരു കുറച്ച് സംഗതി വന്നിട്ട് പ്രപഞ്ചമാകുന്നു, തിരിച്ചതിനേറ്റേക്ക് പോകുന്നു, തിരിഞ്ഞ് പോകുന്നു, പ്രപഞ്ചം ഇങ്ങനെ പോകുന്നു. ഈ ചക്രത്തിൽ തന്നെ നമ്മളും പെട്ടിട്ട് ജനിച്ചും മരിച്ചും ഓരോ കാലത്ത് കർമ്മം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചക്രത്തിൽ നിന്ന് മറികടന്നിട്ട് നമ്മൾ എവിടത്തേക്ക് പോകണം, മറ്റേ പരമമായ ആ ബ്രഹ്മത്തിൽ പോയി ചേരണം. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ ഔട്ടായി. ഇനി 22 യാതൊരുവന്റെ ഉള്ളിലാണോ ഭൂതങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്, യാതൊരുവിനാൽ ഇതെല്ലാം വ്യാപിപ്പിച്ചുവോ ആ പരമപുരുഷനെ ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കും. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നത്. അതിൽ നിന്ന്. പക്ഷെ അതവിടെ തന്നെയുണ്ട്. അത് അവൻ്റെ ഉള്ളിലാണ് ഇതത്രയും കിടക്കുന്നത്, ഭൂതങ്ങളെല്ലാം. അതിൽ നിന്നാണ് ഇതെല്ലാം വ്യാപിച്ചിരിക്കുന്നത്. ആ പരമമായ പുരുഷനെ നമ്മൾ എന്ത് വേണം, ഏകാന്ത ഭക്തിയോടുകൂടി അതിനെ തന്നെ ചിന്തിച്ചിരിഞ്ഞ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ അതിനെ പ്രാപിക്കാം. ഇനി 23 എന്ത് പറയുന്നു എന്നാണ്, ഏത് യോഗികളാരായവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടണമെന്ന് ഉറപ്പൊന്നുമില്ല. അത് ട്രെയിനിങ് പീരീഡാണ്. യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
ഏത് കാലത്ത് പുനർജന്മം, അവർക്ക് എപ്പോഴെല്ലാണോ പുനർജന്മം ഉണ്ടാകുന്നത്, ഏത് കാലത്ത് പുനർജന്മം ഇല്ലാതാകുന്നത്, ആ കാലത്തെക്കുറിച്ച് പറയാമെന്ന് പറയുകയാണ്. യോഗികളായവർ, നമ്മളിപ്പോൾ യോഗയിലോട്ട് ബ്രഹ്മസാക്ഷാത്കാരായി, എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരോട്ട് യോഗയെടുത്ത് പോയി കഴിഞ്ഞാൽ കിട്ടണമെന്നൊന്നുമില്ലാന്ന് നേരത്തെ പറഞ്ഞു. എങ്ങനെ? എന്നും കർമ്മമുണ്ടെങ്കിൽ നമ്മളെ ജനിപ്പിക്കുക എന്താ ചെയ്യും, അല്ലാതെ അവിടെ കൊണ്ടേറ്റ് അങ്ങ് ലയിപ്പിച്ചു വിടുകയില്ല. നമ്മൾ ഈ ചക്രത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം ആർക്കെങ്കിലും പുനർജന്മം ഇല്ലാത്ത അവസ്ഥ വരണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ജ്യോതിഷത്തിലൂടെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ഒത്തുവരുന്ന സമയത്താണ് മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുനർജന്മമില്ല. ജ്യോതിഷത്തിലൂടെ ഒരു സമീപനമാണ്. എന്താണെന്ന് നോക്കാം. 24 അഗ്നി നമ്മളെ ഊർജം. ജ്യോതിഷം എന്ന് പറയുമ്പോൾ സൂര്യനായിട്ട് എടുക്കണം. വെളുത്ത പക്ഷം, ഉത്തരായണം. ഇവയിൽ ഇവരുടെ അതീചനായ ദേവതകൾ, അഗ്നിയുടെ ദേവത, സൂര്യൻ്റെ ദേവത, വെളുത്ത പക്ഷത്തിലെ ദേവത, ഉത്തരായണത്തിൻ്റെ ദേവത, ഈ ദേവതകൾ വഴിയായി ഗമിക്കുന്ന ബ്രഹ്മജ്ഞാനരായ ജനങ്ങൾ ബ്രഹ്മത്തെ പ്രാപിക്കും. അപ്പം സൂര്യൻ്റെ പിന്തുണയുണ്ടാകണം. സൂര്യനെ കൊണ്ടുള്ള മരണം സംഭവിക്കണം. മരണകാരണമായിട്ട് സൂര്യനാകണം. അഗ്നിയെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെളുത്ത പക്ഷത്തിൽ സംഭവിക്കണം. ഉത്തരായണ കാലത്തിലാണ് സൂര്യൻ ഏറ്റവും ബലമുള്ളത്. സൂര്യന് ബലമുള്ള സമയത്ത് ഉത്തരായണ കാലത്തിൽ വെളുത്ത പക്ഷത്തിൽ സൂര്യൻ ജാതകത്തിന് നല്ല പ്രബലമായി നിൽക്കുന്ന സമയത്ത് മരണം അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം വെടിയുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ പുനർജന്മം ഇല്ല. അപ്പം വെളുത്ത പക്ഷ ദിവസം മരിക്കണം. ഉത്തരായണ കാലമായിരിക്കണം. അപ്പോഴാണ് സൂര്യന് ഉച്ചബലം. ഉത്തരായണത്തിലായാലും പോരാ, സൂര്യന് നല്ല ബലം ജാതകത്തിൽ മരിക്കാൻ ഹേതുവായിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ ആത്മാവ് വിട്ടുപോവുകയാണെങ്കിൽ അഗ്നിയാണല്ലോ ശരീരം ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മരിച്ചാൽ അവന് പിന്നെ അടുത്ത ജന്മത്തിലൊന്നും കർമ്മമൊന്നുമില്ല, അവൻ്റെ ജോലിയെല്ലാം തീർന്നു. അതല്ല 25 ധൂമകാലത്ത്, ധൂമം എന്ന് പറഞ്ഞാൽ അഗ്നിയായിട്ട് ബന്ധമില്ല, തണുത്ത് കുറഞ്ഞ സമയം പോലെയുള്ള രാത്രി കാലത്തിൽ അവൻ ചന്ദ്രനാണ് അവിടെ പ്രാധാന്യം. കൃഷ്ണപക്ഷത്തിൽ, അതായത് കറുത്ത വാവിൽ ഭരിക്കണം. രാത്രികാലം ഭരിക്കുക, കറുത്ത പക്ഷത്തിൽ ഭരിക്കുക, സൂര്യന് ഒരു ബലവുമില്ലാത്ത അവസ്ഥയിൽ മരിക്കുക, ദക്ഷിണായ കാലത്തിലാവുക, ചന്ദ്രൻ്റെ കാലഘട്ടത്തിലാവുക. സൂര്യന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇവയിൽ ഇവരുടെ ദേവതകൾ വഴി, ദേവതകൾ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അധിപന്മാരെല്ലാം ജാതകത്തിൽ അനുകൂലമായി നിൽക്കുമ്പോൾ മരിച്ചാൽ അവൻ പിന്നെ ഭൂമിയിൽ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും, പിന്നെയും ജനിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് ഒരാൾ ജാതകം വെച്ചത്. അപ്പം ജാതകത്തിൽ ഈ അവസ്ഥയിൽ മരിക്കുന്നവർക്കേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അതും ജാതകമാണ് തീരുമാനിക്കുന്നത്. ഒരാൾക്ക് പുനർജന്മം വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതും മുൻകൂട്ടി തീരുമാനിച്ച് ജ്യോതിഷത്തിൽ വെച്ചിട്ടുണ്ട്. ജ്യോതിഷപ്രകാരമാണല്ലോ മരിക്കുന്നത്. ഇന്ന സമയം മരിക്കണം. ആ മരിക്കുന്ന സമയം അനുസരിച്ചാണ് ഇവൻ ജനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതൊന്നും നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മളെ പരിധിയിൽ വരുന്നത് അല്ല എന്ന് ചുരുക്കം. ഇത് ജഗത്തിൽ, ഇത് 26 പറയുന്നത് ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. അവയിലൂടെ മാത്രമേ, ആ ഗതിയിലൂടെ മാത്രമേ പുനർജന്മം ഇല്ലാതെ ആവുകയുള്ളൂ ആദ്യത്തേതിൽ. അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ ആ അവസ്ഥയിലൂടെ മരിച്ചവർക്ക് പുനർജന്മമില്ല. മറ്റാരമാരി മരിക്കുന്നവരെ പുനർജനിക്കുകയും ചെയ്യും. മരണം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ എപ്പോൾ മരിക്കുന്നത്.
അപ്പം ഈ കാലഘട്ടത്തിൽ മരിക്കുന്നവർക്ക് മാത്രമേ പുനർജന്മം ഉണ്ടാവൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളതിലെല്ലാണെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. ഇത്രയും ഒത്തുവരണം. അത് നമ്മളെ പരിധിയിലും അല്ല. അപ്പം പുനർജന്മം എന്ന് വേണ്ടത് ഭൂരിപക്ഷം പേർക്കും പുനർജന്മം ഉണ്ടായേ പറ്റും. ഇനി 27 പറയുന്നു, ഈ മാർഗങ്ങൾ, അതായത് ഇങ്ങനെയല്ലാണ് ഒരാൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള അവസ്ഥ. ഇത് ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് കർമ്മയോഗി കർമ്മം ചെയ്ത് മുക്തി നേടാൻ ശ്രമിക്കുന്നത് മോഹത്തെ പ്രാപിക്കില്ല, മോഹം ഉണ്ടാക്കില്ല. അതിനാൽ സകല കാലത്തും കർമ്മയോഗയുക്തനായി ഭവിക്കുക. അപ്പോൾ അവരെന്താ വേണ്ടത്? നടക്കേണ്ട സമയത്തേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മോഹിച്ചിട്ട് എങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടാനൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുക? എല്ലാ സമയവും നമ്മൾ കർമ്മയോഗം അനുഷ്ഠിക്കുക. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതെ മനസ്സിനെ എപ്പോഴും പിന്നെയുള്ളൊരു വഴി ഇത് മാത്രമാണ്, ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്. പിന്നെ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്താണ്? പ്രപഞ്ചം നമ്മളെ സൃഷ്ടിച്ച് ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന അർത്ഥത്തിൽ നമ്മൾ ഞാനെന്ന ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് കൊണ്ട് കൊടുക്കുക. അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ബാക്കി ജനിക്കണം, ആർക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടണം എന്നല്ല ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോഹങ്ങളെല്ലാം പല മോഹങ്ങളുമായിട്ട് നടക്കാതെ എല്ലാം ആ ശക്തിയാണ് ചെയ്യുന്ന എന്ന ചിന്തയോടുകൂടി കർമ്മയോഗ മാർഗത്തിലേക്ക് തിരിയുക. അതാണ് നല്ലത്. കാരണം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടാതെ അതും ഇതൊന്നും ഇരുന്ന് മോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയി ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കളയാമെന്നെല്ലാം വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് കരണീയമായിട്ടൊന്നേ ഉള്ളൂ. നമ്മളെ ജനിപ്പിച്ചത് കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്ത് കൊടുത്തേക്കുക. നീ പോയി യുദ്ധം ചെയ്യുക, അത്രയാണ്. ബ്രഹ്മസാക്ഷാത്കാരം കെട്ടേണ്ടപ്പം ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷെ മനസ്സ് ശാന്തമാണ്ടിക്കിൽ ഇന്നത്തെ ചിന്തയും കൊണ്ട് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതേ വഴിയുള്ളൂ. സത്യം മനസ്സിലാക്കുക. ജ്ഞാനമാർഗം തന്നെ. അതായത് നമ്മളെ സൃഷ്ടിക്കുന്ന കർമ്മം ചെയ്യാനാണ്. അതാണ് എല്ലാം ജയിക്കുന്നത്. നമ്മളതിനെ തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ അതും ആ ബ്രഹ്മം തന്നെയാണ്. അതതിൻ്റെ കാലം കഴിഞ്ഞുകൊണ്ട് നമ്മൾ തട്ടി മാറ്റിയാണ്. ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക. ഇനി 28 ഈ വിവരിച്ച തത്വങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയാണ് കർമ്മയോഗി. ഈ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവനാണ് കർമ്മയോഗി. അപ്പോൾ ഒരു കർമ്മയോഗിയുടെ ലക്ഷണം എന്താണ്? ഈ പ്രപഞ്ച രഹസ്യാദ്യം മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്. അത് ചെയ്തു കൊടുത്തേ പറ്റും. ഞാനൊന്നുമല്ല ചെയ്യുന്നത്, എന്നിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യിക്കുകയാണ്. അപ്പോൾ ആ കർമ്മം ചെയ്തു കൊടുക്കുക. അത് മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവനാണ് കർമ്മയോഗി. വേദത്തിലും യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലും പറയപ്പെടുന്നതായ പുണ്യങ്ങളെയെല്ലാം അതിക്രമിച്ച്, ഈ പുണ്യങ്ങളെയെല്ലാം പുണ്യചിന്ത തന്നെ ആവശ്യമൊന്നുമില്ല. വേദങ്ങളിലെല്ലാം പറയപ്പെടുന്ന പുണ്യമെന്നോ അതും ഇതെല്ലാം കുറേ പറയുന്നുണ്ട്. ഇപ്പോൾ പുണ്യപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ പുണ്യകാര്യങ്ങൾ കർമ്മങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല കർമ്മങ്ങൾ അതിലൊന്നും ചിന്തിക്കണ്ട. സാധാരണ മനുഷ്യരാണ് ഓരോന്ന് പാപവും പുണ്യമെല്ലാം ചിന്തിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നത്. കർമ്മയോഗിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പാപവുമില്ല, പുണ്യവുമില്ല. ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, അതങ്ങ് ചെയ്തു കൊടുക്കുക. അവരെന്താവും? ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കും.